ഹലോ എവരി വൺ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ് ഡീമോർഗൻസ് തിയറമാണ്. നമ്മൾ ബേസിക് തിയറംസ് ഓഫ് ബൂലിയൻ ആൽജിബ്ര ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞ ഒന്നാണ് ഈ ഡീമോർഗൻസ് തിയറം. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് ടൈപ്പിലുള്ള അല്ലെങ്കിൽ രണ്ട് റൂൾസ് അല്ലെങ്കിൽ രണ്ട് തിയറംസ് ഡീമോർഗൻസിനുണ്ട്. അപ്പോൾ ഏതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, സെപ്പറേറ്റ് തന്നെ പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ആക്കി ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ഡീമോർഗൻസ് തിയറം എന്ന് പറയുന്നത് നമ്മുടെ ബൂലിയൻ ആൽജിബ്രയിലുള്ള രണ്ട് ഫണ്ടമെൻ്റൽ റൂൾസാണ്. നമുക്ക് നമ്മുടെ ഡിജിറ്റൽ സർക്യൂട്ട്സിനെ സിംപ്ലിഫൈ ചെയ്യാം, സർക്യൂട്ട് ഡെവലപ്മെൻറ്റിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, അതിനു വേണ്ടി കൊണ്ടുവന്ന തിയറാണ് ഡീമോർഗൻസ് തിയറം. അപ്പോൾ നമ്മുടെ ആൻഡ് ഓപ്പറേഷനും ഓർ ഓപ്പറേഷനും നോട്ട് ഓപ്പറേഷൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ലോജിക്കൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ബൂലിയൻ ഇക്വേഷൻസ് ഓർ ബൂലിയൻ എക്സ്പ്രഷൻസ് അതൊക്കെ സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ഡിജിറ്റൽ സർക്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തിയറംസൊക്കെ യൂസ് ചെയ്യുന്നത്. രണ്ട് തിയറംസ് ഉള്ളത്. ഫസ്റ്റ് തിയറം എ ആൻഡ് ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റ്. അതാണ് ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത്. ഇത് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. സെക്കൻഡ് തിയറം എന്ന് പറയുന്നത് എ ഓർ ബി ഓർ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ്. ഇതും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാണ്ട്. ഈ രണ്ട് തിയറംസും നമ്മളുടെ ബൂളിയൻ എക്സ്പ്രഷൻസിനെ സിംപ്ലിഫൈ ചെയ്യാനും ഡിജിറ്റൽ സർക്യൂട്ട്സിനെ സിംപ്ലിഫൈ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന തിയറാണ്. ഫസ്റ്റ് തിയറത്തിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ആൻഡ് ഓപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓൾ കോംപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എ കോംപ്ലിമെൻറ്റിൻ്റെയും ബി കോംപ്ലിമെൻറ്റിൻ്റെയും ഓർ ഓപ്പറേഷന് ഈക്വൽ ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത്. ഇവിടെ താഴെ നമുക്കൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എ ആൻഡ് ബി ഈക്വൽ ടു ഓർ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് അതിൻ്റെ മെയിൻ. എ ആൻഡ് ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നാൻഡ് എന്ന് പേരുള്ള ഒരു ഗേറ്റാണ്. അതും ബബിൾ ഡോർ എന്ന് പറയുന്ന ഗേറ്റും ഈക്വൽ ആണെന്നാണ് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ബബിൾ ഡോറാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം. മേലെ കാണുന്നതാണ് നാൻഡ്. അതായത് എയും ബിയും ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് അതിനെ നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്യാണ് ചെയ്തത്. ഫസ്റ്റ് എന്താണ് ആൻഡ് ഗേറ്റ്, പിന്നെ നോട്ട് ഗേറ്റ്. അത് രണ്ടും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എ ആൻഡ് ബി ഓൾ കോംപ്ലിമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ ബബിൾ ഡോർ എന്ന് പറയുന്നത് ആദ്യം എനെ നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്യും, അപ്പോൾ എ കോംപ്ലിമെൻ്റ് ആവും. പിന്നെ ബി എ നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ ബി കോംപ്ലിമെൻ്റ് ആവും. എന്നിട്ട് രണ്ടിനെ കൂടെ ഓർ ഗേറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻ്റ് ആവും. അപ്പോൾ രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ഇവിടെ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ LHSലേക്ക് പോകാം. എ ആൻഡ് ബി ഓർ കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമ്മൾ എക്ക് 0 ബിക്ക് 1 എന്ന് തൽക്കാലം ഇട്ട് കൊടുത്തു. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അത് രണ്ടും കൂടെ ആൻഡ് ചെയ്ത റിസൾട്ട് എന്ത് കിട്ടും? 0യും 1ഉം ആൻഡ് ചെയ്ത 0 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കോംപ്ലിമെൻറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് 1 കിട്ടും. അതാണ് LHSൽ വരുന്നത്. ഇനി RHSൽ വരുന്നത് എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? എൻ്റെ 0നെ കോംപ്ലിമെൻറ്റ് ചെയ്യും, ബീൻ്റെ 1നെയും കോംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ 0 എന്നുള്ളത് 1 ആകും, 1 എന്നുള്ളത് 0 ആവും. അപ്പോൾ അതിനെ ഓർ ചെയ്യുമ്പോൾ 1 ഓർ 0 റിസൾട്ട് എന്താണ്? 1 ആണ്. സോ LHS ഈക്വൽ ടു RHS. ഹെൻസ് പ്രൂവ്ഡ് എ ആൻഡ് ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റ്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് തിയറം പ്രൂവ് ചെയ്യുന്നത്. ഇതതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. എയും ബിയും രണ്ട് വേരിയബിൾസ് ഉണ്ട്, അത് ആൻഡ് ചെയ്തു, പിന്നെ നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്തു. അതെന്താണ്? രണ്ട് ഇൻവേർട്ട് ചെയ്ത വേരിയബിൾസിനെ ഓർ ചെയ്യുന്നതിന് ഈക്വലാണ്. ഞാൻ അപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ വാല്യൂ വെച്ച് കൊടുത്തിട്ടുണ്ട്. എക്ക് 1ഉം ബിക്ക് 0 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് നമ്മൾ പറഞ്ഞത് കിട്ടും. ഇനി സെക്കൻഡ് തിയറത്തിലേക്ക് പോകുമ്പോൾ അവിടെ നടക്കുന്ന എന്താണ്? രണ്ട് വേരിയബിളിനെ ഓർ ഓപ്പറേഷൻ ചെയ്യുന്നു, എന്നിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അത് ഈക്വൽസ് എന്താണ്? രണ്ട് കോംപ്ലിമെൻറ്റ്സിൻ്റെ ആൻഡ് ഓപ്പറേഷനാണ്. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്താണ്? എ ഓർ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ്. ഇതാണ് അതിൻ്റെ ഫിഗർ. അതായത് നോർ ഗേറ്റ് ഈക്വൽ ടു ബബിൾ ആൻഡ് ഗേറ്റ് ആണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. മറ്റോടത്ത് നമ്മൾ പ്രൂവ് ചെയ്തത് നാൻ ഗേറ്റ് ഈക്വൽ ടു ബബിൾ ഡോർ ആയിരുന്നു. ഇവിടെ എന്താണ്? നോർ ഗേറ്റ് ഈക്വൽ ടു ബബിൾഡ് ആൻഡ് ഗേറ്റ് ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കാരണം ഈ ഒരു ഇക്വേഷൻ വെച്ച് മീനിങ് അങ്ങനെയാണ് വരിക. നോർ ഗേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? നോട്ട് പ്ലസ് ഓർ. നോട്ട് ഗേറ്റും ഓർ ഗേറ്റും കോമ്പിനേറ്റഡ് ആയിട്ടുള്ള ഗേറ്റാണ് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ LHSൽ ആരാളുള്ളത്? നോർ ഗേറ്റാണുള്ളത്. അതായത് എയും ബിയും ഓർ ഗേറ്റിലൂടെ മൂവ് ചെയ്യും, എന്നിട്ട് നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? എ ഓർ ബി ഓൾ കോംപ്ലിമെൻറ്റ് സംഭവിക്കും. അതാണല്ലോ നോർ ഗേറ്റ്.
RHSൽ എന്താ സംഭവിക്കുക? ആദ്യം എയും ബിയും നോട്ട് ഗേറ്റുകളിലൂടെ പാസ് ചെയ്യും. അപ്പോൾ എ കോംപ്ലിമെൻ്റ് ആവും, ബി കോംപ്ലിമെൻ്റ് ആവും. രണ്ടും കൂടെ ആൻഡ് ഓപ്പറേഷനിലൂടെ പാസ് ചെയ്യുമ്പോൾ എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻ്റ് ആവും. അങ്ങനെയാണ് ബബിൾഡ് ആൻഡ് ഗേറ്റ് ഉണ്ടാവുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? വാല്യൂസ് കൊടുക്കുകയാണ്. നമ്മൾ എക്ക് 0 കൊടുത്തു, ബിക്ക് 1 കൊടുത്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? എ ഓർ ബി ഓൾ കോംപ്ലിമെൻറ്റ് ചെക്ക് ചെയ്യാണ്. എ 0 ഓർ ബി 1. സോ 0യും 1ഉം ചെയ്താൽ 1 കിട്ടും, അതിന് കോംപ്ലിമെൻറ്റ് ചെയ്താൽ 0 കിട്ടും. അതാണ് LHSൽ നടക്കുന്നത്. RHSൽ നടക്കുന്നത് എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 0 കോംപ്ലിമെൻറ്റ് എടുക്കും, അത് 1 ആണ്. 1 കോംപ്ലിമെൻറ്റ് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 1 ആൻഡ് 0 എന്ന് പറയുമ്പോൾ 0. അപ്പോൾ LHS ഈക്വൽ ടു RHS. LHSും RHSും ഈക്വൽ ആണ്. ഹെൻസ് പ്രൂവൻ സെക്കൻഡ് തിയറം ഓഫ് ഡി മോർഗൻസ് തിയറം. എ ഓർ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. 2 വേരിയബിൾസ് എയും ബിയും മോറ് ചെയ്തു, ദെൻ കോംപ്ലിമെൻറ്റ് ചെയ്തു. അതെന്താണ്? ഓരോ വേരിയബിളിനെയും ഇൻഡിവിജ്വലി കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ആൻഡ് ചെയ്യുന്നതിന് ഈക്വലാണ്. അതാണ് ഇക്വേഷനിൽ പറഞ്ഞത്. എക്ക് 1 കൊടുത്തു, ബിക്ക് 1 കൊടുത്തുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ LHS ഈക്വൽ ടു RHS കിട്ടും. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഡി മോർഗൻസ് തിയറം. എന്തുകൊണ്ടാണ് ഡി മോർഗൻസ് തിയറം? അപ്പോൾ 2 തിയറം നമ്മൾ പറഞ്ഞു, രണ്ടും പ്രൂവ് ചെയ്തു. രണ്ടിലും യൂസ് ചെയ്യുന്ന ഗേറ്റുകൾ നമ്മൾ മനസ്സിലാക്കിയ ഗേറ്റുകൾ. ഒന്നാമത്തെ തിയറത്തിൽ എന്തായിരുന്നു? നാൻഡ് ഗേറ്റ് ഈക്വൽ ടു ബബിൾ ഡോർ ആയിരുന്നു. രണ്ടാമത്തെ തിയറത്തിൽ നോർ ഗേറ്റ് ഈക്വൽ ടു ബബിൾഡ് ആൻഡ് ഗേറ്റ് ആയിരുന്നു. എന്തിനാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഈ തിയറം കൊണ്ടുവരുന്നത്? നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സിംപ്ലിഫൈ ചെയ്യാനാണ്. ആദ്യം ബൂളിയൻ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാം. നമ്പർ ഓഫ് ലോജിക് ഗേറ്റ്സ് ഒരു സർക്യൂട്ടിൽ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ സർക്യൂട്ട് ഡിസൈനകത്ത് വളരെ യൂസ്ഫുള്ളാണ് ഡി മോർഗൻസ് തിയറം. അതായത് ആൻഡ് ബേസ്ഡ് സർക്യൂട്ടിനെ ഓർ ബേസ്ഡ് സർക്യൂട്ട് ആക്കിയിട്ടും ഓർ ബേസ്ഡ് സർക്യൂട്ടിനെ ആൻഡ് ബേസ്ഡ് സർക്യൂട്ട് ആക്കാനും നമ്മുടെ ഡി മോർഗൻസ് തിയറം കൊണ്ട് കഴിയും. പിന്നെ എസെൻഷ്യലാണ്. നാൻഡ് ഗേറ്റിനകത്തും നോർ ഗേറ്റിനകത്തൊക്കെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ഡി മോർഗൻസ് തിയറം. അതായത് നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ടുള്ള നാൻഡ് ഗേറ്റും നോർ ഗേറ്റൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഡി മോർഗൻസ് തിയറമാണ്. അതായത് നമ്മളുടെ ലോജിക്കൽ ഓപ്പറേഷൻസിനകത്തും ഡിജിറ്റൽ സർക്യൂട്ട്സിനകത്തൊക്കെ നമ്മൾ കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന തിയറമാണ് ഡി മോർഗൻസ് തിയറം. അതിലൂടെ നമുക്ക് ലോജിക് ഗേറ്റ്സിൻ്റെ എണ്ണം കുറക്കാനൊക്കെ പോസിബിളാണ് കേട്ടോ. ഫസ്റ്റ് തിയറം, സെക്കൻഡ് തിയറം എന്ന് പറഞ്ഞ 2 തിയറംസ് പറഞ്ഞു. എ ആൻഡ് ബി ഓർ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റ്, എ ഓർ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഓരോ തിയറംസ് നമ്മൾ പ്രൂവ് ചെയ്തു. ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റ് ഈക്വൽ ടു ബബിൾ ഡോർ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബബിൾ ഡോർ യൂസ് ചെയ്താൽ മതി. അങ്ങനെയാണ് അതിൻ്റെ ബെനിഫിറ്റ് കിടക്കുന്നത്. പിന്നെ രണ്ടാമത്തെ തിയറത്തിൽ നമ്മൾ പറഞ്ഞത് ആരൊക്കെയാണ്? നോർ ഗേറ്റ് ഈക്വൽ ടു ബബിൾഡ് ആൻഡ് ഗേറ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. എന്നിട്ട് നമ്മൾ പ്രൂഫൊക്കെ കാണിച്ചു. എന്നിട്ട് പിന്നെ എന്താണ് ഡി മോർഗൻസ് തിയറത്തിൻ്റെ ഇമ്പോർട്ടൻസ്, യൂസസ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതാണ് ഡി മോർഗൻസ് തിയറത്തിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.